ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് സദ്യയിലെ പ്രധാന വിഭവമായിട്ടുള്ള ഓലൻ ഉണ്ടാക്കാം. ചേർക്കണ ചേരുവയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഓലൻ തന്നെ പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിക്ക ഇതൊക്കെ വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ പയറ് ചേർത്തിട്ടും ഓലൻ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാനിവിടെ കുമ്പളങ്ങ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഓലനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മൂത്ത കുമ്പളങ്ങയാണ്. കുറച്ചും കൂടെ മൂപ്പ് കുറവുള്ള ഇളയ കുമ്പളങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. കുമ്പളങ്ങ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ വിത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ കറികളുടെയും ടേസ്റ്റ് അതിൻ്റെ കഷ്ണം മുറിക്കുന്ന രീതിനെയും കൂടെ ആശ്രയിച്ചിരിക്കുന്നുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ ടൈപ്പ് ഓലം വയ്ക്കുമ്പോൾ ഞാൻ അധികം കനത്തിലൊന്നും കഷ്ണങ്ങൾ അരിയാറില്ല. വളരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുക്കാറ്. ഇതാ ഏകദേശം ഈ കനത്തിൽ വേണം കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാൻ. നമുക്കിതെല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇപ്പൊ കഷ്ണങ്ങളൊക്കെ ഇവിടെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 പച്ചമുളക് എടുക്കാം. പച്ചമുളക് ഇതാ ഇങ്ങനെ കീറിയിട്ട് ഒന്ന് നടു കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കുറച്ച് വലിയ പച്ചമുളകല്ലേ, അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇപ്പൊ ഇതാ 3 പച്ചമുളകും ഇവിടെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു ചോട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇനി കഷ്ണം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. നമുക്ക് കുമ്പളങ്ങ വളരെ കനം കുറച്ച് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല ഇത് വെന്ത് കിട്ടാൻ. അതുകൊണ്ട് ഇതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം ഇത് അടുപ്പിൽ വെച്ചാൽ മതി. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. കഷ്ണത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഇതുപോലെ തിക്കായിട്ടുള്ള പാല് വേണം എടുക്കാൻ. തേങ്ങാപ്പാലൊക്കെ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നന്നായി വെന്ത് കിട്ടും വേണം. ആ ഒരു പാകത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇപ്പൊ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് ആ കുമ്പളങ്ങയിലുള്ള വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കറി അധികം തിളയ്ക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതോടുകൂടി സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ നമ്മളെ കറി ഇവിടെ റെഡിയായി. സദ്യയിലെ ഒരു വികാരങ്ങളും ഇല്ലാത്തൊരു കറിയാണ് ഓലൻ എന്ന് വേണമെങ്കിൽ പറയാം. അധികം എരിവോ ഉപ്പോ ഒന്നും ഇല്ലാത്തൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു കറി. നല്ല എരിവും പുളിയുള്ള ഒരു കറിയൊക്കെ കഴിച്ചതിന് ശേഷം നാവിൻ്റെ രുചി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഈ ഓലൻ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അധികം ഉപ്പും എരിവും ഒന്നും ഇല്ലാത്തത്. പക്ഷെ ഞാൻ ഇന്നിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. അപ്പോൾ സദ്യയിലെ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറികളിൽ ഒന്നാണ് ഈ ഓലൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.